വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്തിന് സമീപമുള്ള സ്വാൻ വാലി പ്രദേശത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇവിടുത്തെ പല കാഴ്ചകൾ കണ്ടു. വൈകുന്നേരമാകാറായിരിക്കുന്നു. സൂര്യൻ ചാഞ്ഞു തുടങ്ങി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ അബോറിജിനൽ വിഭാഗത്തിൽപ്പെട്ട ചിലരെ ക്ഷണിച്ചു വരുത്താമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്തുള്ള ഒരു ഉദ്യാനത്തിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വെച്ച് അബോറിജിനലുകളെ പരിചയപ്പെടാം. അവർ പൊതുവെ ക്യാമറയ്ക്ക് മുന്നിൽ വരാറില്ല. തങ്ങളെ പ്രദർശന വസ്തുവാക്കാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ അവരുടെ ചില കൾച്ചറൽ ഗ്രൂപ്പുകളുണ്ട്. അത്തരമൊരു ഗ്രൂപ്പിനെയാണ് വിളിച്ചിരിക്കുന്നതും. ഷാജുവും ഐൻസ്റ്റൈനുമാണ് എന്നെ കൊണ്ടു നടക്കുന്നത്. മുന്നിൽ കാണുന്നത് ഒരു ട്രെയിൻ സ്റ്റേഷനാണ്. മെട്രോ പോലുള്ള ഇവിടുത്തെ സംവിധാനം ട്രാൻസ്പെർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. സബർബൻ റെയിൽവേ ആണത്. എയർപോർട്ട്, ഫ്രീമാൻഡിൽ, യാൻചപ്പ് തുടങ്ങിയവിടങ്ങളിലേക്കായി 8 ലൈനുകളുണ്ട് ട്രാൻസ്പെർത്തിന്. 86 സ്റ്റേഷനുകളും. ഇതെല്ലാം പെർത്തിന്റെ പരിസരത്തെ ജനവാസ പ്രദേശങ്ങൾ തന്നെയാണ്. വെള്ളക്കാരുടെ വരവിനു മുൻപ് ഇവിടമെല്ലാം അബോറിജിനൽ ഗോത്രങ്ങളുടെ അധിവാസ ഇടങ്ങളായിരുന്നു. അതെല്ലാം വെള്ളക്കാർ പിടിച്ചെടുക്കുകയാണുണ്ടായത്. പിന്നെ വെള്ളക്കാരുടെ സെറ്റിൽമെന്റുകൾ വന്നു. അബോറിജിനൽ വിഭാഗങ്ങളാകട്ടെ ചില പ്രത്യേക ഇടങ്ങളിലേക്ക് ഒതുക്കപ്പെട്ടു. വെള്ളക്കാർ തങ്ങൾ അധീനതയിലാക്കിയ സ്ഥലത്തെ പ്രൊഫഷണൽ രീതിയിൽ വൃത്തിയുള്ള, സൗകര്യമുള്ള നല്ലൊരു നഗരമായി ആസൂത്രണം ചെയ്തെടുത്തു. അതാണ് ഇന്നത്തെ പെർത്തും ചുറ്റുമുള്ള പ്രദേശങ്ങളും. എന്നാൽ ഇവിടുത്തെ മണ്ണിന്റെ മക്കൾ പുറത്താക്കപ്പെട്ടു. അബോറിജിനൽസിനെ വിളിച്ചു വരുത്താമെന്ന എന്റെ സുഹൃത്ത് കുറച്ച് ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞു. അതിനാൽ ഒരു KFCയിലേക്ക് വണ്ടി വിട്ടു, അബോറിജിനൽസിന് നൽകാനുള്ള ചിക്കൻ വാങ്ങാൻ. ഏതാനും ഫാമിലി പാക്കറ്റാണ് ഓർഡർ നൽകിയത്. അബോറിജിനൽസ് പണമൊന്നും വാങ്ങില്ല. അതിനാലാണ് 4-5 വലിയ പാക്കറ്റ് ചിക്കൻ വാങ്ങുന്നതും. കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ട ജോസ് സിസിലിയാമ്മ എന്ന സുഹൃത്താണ് അബോറിജിനൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിറ്റി ഓഫ് സ്വാൻ വാലിയിലെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസറാണ് ജോസ്. സ്വാൻ നദിയുടെ തീരത്താണ് അബോറിജിനൽസിനെ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞിരിക്കുന്ന ഉദ്യാനം. മനോഹരമായ പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. പെർത്തിന്റെ നഗരത്തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ആളുകൾ വസിക്കുന്ന സ്ഥലങ്ങളാണ്. നല്ല അടുക്കും ചിട്ടയും വൃത്തിയും വെടിപ്പുമുള്ള പ്രദേശങ്ങൾ. നല്ല പച്ചപ്പുള്ള പ്രകൃതി, ഇളം തണുപ്പുള്ള സുഖകരമായ കാലാവസ്ഥ, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ജനവാസയിടങ്ങൾ. ആർക്കും ഇവിടെ വന്ന് താമസിക്കാൻ കൊതി തോന്നും. സൂപ്പർ മാർക്കറ്റുകൾ, ചെറിയ ഷോപ്പുകൾ എന്നിവയെല്ലാമുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് പുറം നാടുകളിൽ നിന്നും ആളുകളെ ആകർഷിക്കുന്നത് ഈ സൗന്ദര്യം തന്നെയാണ്. ഇത്തരമൊരു സൗന്ദര്യവും സൗകര്യവുമൊന്നും നമ്മുടെ നാട്ടിൽ ഒരുക്കാതെ സാരോപദേശം മാത്രം നൽകിയാലൊന്നും യുവതലമുറ നാട്ടിൽ നിൽക്കില്ല. മക്കൾ നാട്ടിൽ നിൽക്കണമെന്ന് മാതാപിതാക്കൾ വാശി പിടിച്ചിട്ടും കാര്യമില്ല. ഈ നാട് കാണുക. ഇവിടേക്കാണ് നമ്മുടെ നാട്ടിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്യാനത്തിലേക്കെത്തുമ്പോൾ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബിന്നുകൾ നിരത്തിവെച്ചിരിക്കുന്നത് കാണാം. സ്വാൻ നദിക്കരയിലെ ഉദ്യാനം. ഇവിടെ ചെറിയൊരു ബോട്ട് ജെട്ടിയുണ്ട്. ബോട്ടിൽ സായാഹ്ന യാത്ര നടത്തുന്ന സായിപ്പുമാരെ നദിയിൽ കാണാം. സ്വാൻ നദി ഈ മേഖലയിൽ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുകയാണ്. ഞാൻ ഇന്നത്തെ യാത്രയിൽ പലയിടത്തു വച്ചും സ്വാൻ നദി കണ്ടിരുന്നു. പെർത്തിലെയും പരിസരങ്ങളിലെയും ജീവിതവും സംസ്കാരവും ഉല്ലാസവുമെല്ലാം സ്വാൻ നദിയെ ചുറ്റിപ്പറ്റിയാണ്. 72 കിലോമീറ്ററേ ഉള്ളൂ നദിയുടെ നീളം. വലിയ തെളിച്ചമില്ലാത്ത വെള്ളമാണ് നദിയിൽ. ഞങ്ങൾ പാർക്കിൽ കുറച്ചുനേരം കാത്തുനിന്നു. ഇത് ലോകത്തിലെ ഏറ്റവും പഴയ ലീവിംഗ് കൾച്ചറാണ് അബോറിജിനൽ കമ്മ്യൂണിറ്റി. ഇത് ജോസ് സിസിലിയാമ്മ. ഇദ്ദേഹമാണ് അബോറിജിനൽ ഗ്രൂപ്പിനെ എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത്. അദ്ദേഹം ഇവിടുത്തെ അബോറിജിനൽ ഗോത്രത്തെപ്പറ്റി ഒരു ചെറു വിവരണം തന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നൂങ്ങാർ ബുജ. ബുജ മീൻസ് ലാൻഡ് എന്ന് നൂങ്ങാർ ലാംഗ്വേജ് പറയുന്നതാണ്. സോ നമ്മൾ നൂങ്ങാർ ബുജയിലാണ്. ഇതാണ് സ്വാൻ റിവർ ആണ്. അത് അവരൊരു സീക്രട്ട് ലാൻഡാണ്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് വാജൂക്ക് നൂങ്ങാർ പീപ്പിളാണ്. അതായത് വാജൂക്ക് പീപ്പിൾ ഇൻ നൂങ്ങാ കൺട്രി. അത് നമ്മുടെ നാട്ടിലെ ട്രൈബൽ കമ്മ്യൂണിറ്റി പോലെ തന്നെയുള്ള ഒരിതാണ്. അവരുടെ ഡാൻസ് എന്ത് ഡാൻസാ? അവർക്ക് ട്രഡീഷണൽ ഡാൻസ് ഒത്തിരി ഡാൻസ് ഉണ്ട്. അവരിപ്പം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് അവർ സ്പിരിറ്റ് ഡാൻസാണ്, യാംബി. ദാറ്റ് ഈസ് അവർ വളരെ പവർഫുള്ളായി കരുതുന്ന ഒരു ഡാൻസ്. കുടിയേറ്റക്കാരുടെ വരവോടെ ഏറെ ദുരിതങ്ങൾ സഹിച്ചവരാണ് നൂങ്കർ ജനത.
ഫാമിലിയും പേരൻസിനെ കുട്ടികളെ മാതാപിതാക്കളിൽ നിന്നും അകറ്റിപ്പാർപ്പിച്ച് അവരുടെ ഭാഷയും സംസ്കാരവും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ വരെ നടന്നിരുന്നു. ന്യൂങ്ങർ ലാംഗ്വേജ്, അബോറിജിനൽ ലാംഗ്വേജ്, 265 അബോറിജിനൽ ലാംഗ്വേജസ് ഉണ്ട് ഓസ്ട്രേലിയയിൽ. അത് ഇപ്പോൾ ഒരു 70% ഉള്ളൂ റീപ്രൊഡക്റ്റീവാണ് അവർ. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന മിഡൻ മാർണിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അവർ ഇവിടുത്തെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു നിൽക്കെ ഒരു വണ്ടി വന്നു. പെർഫോമേഴ്സാണ്. അതിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. ഇദ്ദേഹമാണ് നീൽ. ഇവിടെയുള്ള നൂങ്കർ വജൂക്ക് എന്ന ഗോത്രത്തിന്റെ നേതാവാണ് നീൽ. ആൾ വളരെ പ്രമുഖനാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കലാസംഘം തന്നെയുണ്ട്. ജോ സിസിലിയാമ എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. എന്നെ അദ്ദേഹത്തിനും എന്റെ യാത്രകളെക്കുറിച്ചും സഫാരിയെക്കുറിച്ചുമെല്ലാം പറഞ്ഞു. അവസാനം ഒരു ഉമ്മയും കൊടുത്തു. നീലിന്റെ സംഘത്തിൽ 6-7 പേരുണ്ട്. അവർ വണ്ടിയിൽ നിന്നിറങ്ങി തങ്ങളുടെ ട്രഡീഷണൽ രീതിയിൽ വസ്ത്രം ധരിക്കുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന ചിക്കൻ അവരുടെ വണ്ടിയിൽ കൊണ്ടുചെന്ന് വെച്ചു. എനിക്ക് വേണ്ടി ഒരു അബോറിജിനൽ ഡാൻസ് അവതരിപ്പിക്കാനാണ് ഇവർ വന്നിരിക്കുന്നത്. പ്രത്യേക രീതിയിൽ തട്ടുടുത്ത് മണ്ണുകൊണ്ട് ശരീരത്തിൽ വരയ്ക്കുകയൊക്കെ ചെയ്യും. ഇവർ പരസ്പരം മേക്കപ്പ് ചെയ്തു കൊടുക്കുന്നു. ഓസ്ട്രേലിയൻ അബോറിജിനലുകളിൽ പെർത്ത് മേഖലയിലാകെ വ്യാപിച്ചിരുന്നവരാണ് നൂങ്കർ വജൂക്ക് വിഭാഗം. 40,000 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഗോത്രവിഭാഗമാണിത്. സംഘത്തിലെ ഒരാൾ ഒരു കുഴലുമായി വന്നു. ഡിജിറിഡു എന്ന സംഗീതോപകരണമാണ്. അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ. മറ്റുള്ളവർ അപ്പോഴും മേക്കപ്പ് തുടരുകയാണ്. കുന്നുകളുടെയും മലകളുടെയും ചില ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന വെളുത്ത മണ്ണുകൊണ്ടാണ് ശരീരത്തിൽ ചിത്രപ്പണികൾ നടത്തുന്നത്. പെർത്തിന്റെ തെരുവോരങ്ങളിൽ ധാരാളം അബോറിജിനുകളെ കാണാറുണ്ട്. അവർ മിക്കവരും കറുത്ത നിറമുള്ളവരും വൃത്തിക്കുറവുള്ളവരുമാണ്. എന്നാൽ കലാപരിപാടി അവതരിപ്പിക്കാൻ വന്നിരിക്കുന്ന ഇവർ വളരെ വൃത്തിയുള്ളവരും വെളുത്ത ശരീരമുള്ളവരുമാണ്. ഇന്ത്യയിലെ വെളുത്ത മനുഷ്യരുടെ രൂപഭാവങ്ങളാണ് ഇവർക്ക്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരും ഓസ്ട്രേലിയൻ അബോറിജിനൽ വിഭാഗങ്ങളിൽ ഉണ്ടെന്ന് വിവിധ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അസ്തമന സൂര്യന്റെ കിരണങ്ങൾ മൈതാനത്ത് സ്വർണ്ണ നിറം പടർത്തുന്നു. ഈ മൈതാനത്താണ് ഗോത്ര കലാപരിപാടി അരങ്ങേറുന്നത്. സംഘം റെഡിയായി കഴിഞ്ഞു. എല്ലാവരുടെയും കയ്യിൽ ബൂമറാങ് ഉണ്ട്. അത് കൊട്ടിക്കൊണ്ടാണ് വരുന്നത്. ലക്ഷ്യത്തിൽ കൊണ്ടില്ലെങ്കിൽ എറിഞ്ഞയാളുടെ അടുത്ത് തിരികെ എത്തുന്ന ആയുധമാണ് ബൂമറാങ്. നേതാവായ നീൽ തന്നെയാണ് മുൻപേ പോകുന്നത്. പിന്നാലെ 5-6 പേരുണ്ട്. പരിപാടി തുടങ്ങി. ഡിജിറിഡു ഊതിക്കൊണ്ടും 2 ബൂമറാങ്ങുകൾ കൊട്ടിക്കൊണ്ടും അവർ വരുന്നു. ഈ ചെറിയ ബൂമറാങ്ങുകൾ ആയുധമായി ഇവർ ഉപയോഗിക്കില്ല. സംഗീതത്തിനുള്ള ക്ലാപ്പ് സ്റ്റിക്കുകളാണവ. നീളമുള്ളൊരു മരക്കുഴലാണ് ഡിജിറിഡു. ചില പ്രത്യേക മരത്തിന്റെ തടിയിലേക്ക് ചിതലിനെ കയറ്റിവിട്ട് അകം പൊള്ളയാക്കിയെടുത്താണ് ഇത് നിർമ്മിക്കുന്നത്. ചില മൃഗങ്ങളുടെയും വന്യപക്ഷികളുടെയും ചലനങ്ങൾ അനുകരിച്ചുള്ളതാണ് ഇവരുടെ നൃത്തം. ഇത്തരം ഓരോ നൃത്തത്തിലൂടെയും ഒരു കഥയാണ് അവതരിപ്പിക്കുന്നത്. വേട്ടയുടെയും വിജയങ്ങളുടെയും കഥയാണത്. അഞ്ചു മിനിറ്റ് നീണ്ട ഒരൊറ്റ പരിപാടിയെ അവതരിപ്പിച്ചുള്ളൂ. അവസാനം ഒരു പതാക ഉയർത്തിക്കാണിച്ചു. അബോറിജിനൽസിന്റെ ഔദ്യോഗിക പതാകയാണ്.
ചുവപ്പും കറുപ്പും മഞ്ഞയും നിറമുള്ള അതിന് ദ്രവീഡിയൻ കുടികളുമായി നല്ല സാമ്യമുണ്ട്. നീൽ തങ്ങളുടെ ഒരു പശ്ചാത്തലം വിവരിച്ചു. ജോസ് അതെനിക്ക് വിശദമാക്കി തന്നു. 1,00,000 വർഷം മുൻപ് പല വഴികളിലൂടെ ഓസ്ട്രേലിയയിൽ എത്തിപ്പെട്ടവരാണ് ഇവരുടെ പിന്മുറക്കാർ. ആദ്യകാലത്ത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട 500-ലധികം അബോറിജിനൽ ഗ്രൂപ്പുകൾ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ഭാഷകൾ, പ്രത്യേകിച്ചും തമിഴിൽ നിന്നുള്ള ധാരാളം പദങ്ങൾ ഓസ്ട്രേലിയൻ അബോറിജിനൽ ലാംഗ്വേജിലുണ്ട്. ടൗണിന് നഗരമെന്നും സ്ത്രീക്ക് മങ്കൈ എന്നും അവിടെ ഇവിടെ എന്നതിന് അങ്കെ ഇങ്കെ എന്നും അച്ഛന് അപ്പ എന്നുമൊക്കെ അബോറിജിനൽ ഭാഷയിലും പറയുന്നു. ഇവിടുത്തെ ഗോത്രവിഭാഗങ്ങൾക്ക് ഇന്ത്യയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ് അതെല്ലാം. സംഘത്തിലെ ഓരോരുത്തർ വന്ന് അബോറിജിനൽ ഭാഷയിൽ സ്വയം പരിചയപ്പെടുത്തുന്നു. Kaya na crow, kara mirama. Kaya na crow, wara mirama. Kaya na crow, puriya juba mama. അവസാനമായി നീൽ ഒരിക്കൽ കൂടി വന്നു. പിന്നെ എല്ലാവരും യാത്ര പറയാനായി ഒത്തുകൂടി. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസറായതിനാൽ ജോസ് സിസിലിയാമ്മയ്ക്ക് ഇവരുമായി എല്ലാം നല്ല ബന്ധമുണ്ട്. ഞാനും അവരുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്തു. അവിസ്മരണീയമായ ഒരു പരിപാടിയായി ഇത്. എല്ലാവരും ഒത്തുചേർന്ന് പല ഫോട്ടോകളെടുത്തു. ഇവരുടെയൊപ്പം കൂടാനായപ്പോഴാണ് പെർത്തിലെ സഞ്ചാരം പൂർണ്ണതയിലേക്ക് എത്തിയതെന്ന് എനിക്ക് തോന്നി. നീലും സംഘവും കൂടി വന്ന് സഫാരിയെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറഞ്ഞു. ഐൻസ്റ്റീനും ഷാജുവും നൃത്തക്കാർക്കൊപ്പം നിന്ന് ഫോട്ടോകളെടുത്തു. സംഘത്തിന് മടങ്ങിപ്പോകേണ്ട സമയമായി. ഇവിടം വരെ വന്നിട്ട് അബോറിജിനലുകളെ കാണാതെ പോയാൽ നഷ്ടമായേനെ. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അപ്പോഴേക്കും ഒരു വണ്ടി വന്നു. ഇലക്ട്രീഷ്യന്മാരുടെ വണ്ടി ഇങ്ങനെയാണ്, ഒരു വാൻ. അതിനകത്ത് എല്ലാവിധ ഉപകരണങ്ങളും മറ്റു സംവിധാനങ്ങളും ഉണ്ടാവും. ആ വാനിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു മലയാളിയാണ്. സോണി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. എന്നെ ഈ വണ്ടി കാണിക്കാൻ വന്നതാണ് സോണി. പരിചയസമ്പന്നനായ ഒരു ഇലക്ട്രീഷ്യനാണ്. ഇവിടെ ടൈം ലൈൻ ഇലക്ട്രിക്കൽ സർവീസ് എന്ന ഒരു കമ്പനി നടത്തുന്നു. വീടുകളിൽ ഇലക്ട്രിക് വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കും. ഇവർ അപ്പോയിന്റ്മെന്റ് കൊടുക്കും. അത് ചിലപ്പോൾ 4-5 ദിവസങ്ങൾ കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് ആയിരിക്കും. ആ ദിവസം കൃത്യതയോടെ അവിടെ എത്തി വർക്ക് ചെയ്യും. എങ്ങനെയാണ് തങ്ങളുടെ ജോലിയെന്ന് സോണി പറഞ്ഞു തന്നു. വണ്ടി തുറന്നു കാണിച്ചു. ഈ വണ്ടിയുമായാണ് വർക്കിന് പോവുക. ഇതിനകത്ത് ഫ്യൂസുകൾ, പലതരം കേബിളുകൾ, ELCB എന്നിവയെല്ലാം കൃത്യതയോടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പണിക്കുള്ള പലതരം ടൂളുകളും. അതെല്ലാം റാക്ക് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയാണ് വെച്ചിരിക്കുന്നത്. ഈ വണ്ടിയുമായി ചെന്നാൽ എല്ലാ ജോലിയും പൂർത്തിയാക്കി തിരികെ വരാം. കേബിളുകളെല്ലാം ആവശ്യത്തിന് കരുതിയിട്ടുണ്ട്. 3 കോർ കേബിളുകൾ വരെ. നാട്ടിലേതുപോലെ ഒരു പണി തുടങ്ങിയിട്ട ശേഷം ഇലക്ട്രീഷ്യൻ മറ്റൊരു പണി പിടിച്ച് അവിടേക്ക് പോകുന്ന പരിപാടിയൊന്നും ഇവിടെയില്ല. നാട്ടിലെ പോലെ നമ്മൾ ഒരു വർക്ക് തുടങ്ങി പിന്നെ അടുത്തടുത്ത് പണിക്ക് വന്നു അങ്ങനെ എന്നാണ് ചെല്ലുകയെന്ന് കൃത്യമായി പറയും. ആ ദിവസം ചെന്ന് പണി വൃത്തിയായി ചെയ്തു കൊടുക്കും. നാട്ടിലെ ഇലക്ട്രീഷ്യന്മാരുടെ വ്യവസ്ഥയില്ലായ്മയൊന്നും ഓസ്ട്രേലിയയിൽ നടക്കില്ലെന്ന് സോണി പ്രത്യേകം പറഞ്ഞു. വൈഫും 3 ആൺപിള്ളേരും. വാനിന്റെ പിൻവശത്തെ ഡോർ തുറന്നു. ഇവിടെയുമുണ്ട് കുറെ ഉപകരണങ്ങൾ. ലാഡർ, റോപ്പുകൾ, കേബിളുകൾ എന്നിങ്ങനെ പലതും. ഈ വണ്ടി തന്നെ ഒരു സഞ്ചരിക്കുന്ന വർക്ക്ഷോപ്പാണ്. ലൈറ്റുകൾ, ഫ്യൂസുകൾ, LCB എന്നിവയെല്ലാം കൃത്യമായ സ്ഥാനങ്ങളിൽ ചിട്ടയോടെ വെച്ചിരിക്കുന്നു. നാട്ടിൽ കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നത്താണ് സോണിയുടെ സ്വദേശം. ഭാര്യയും 3 ആൺമക്കളുമുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഇവിടെയാണ് സ്ഥിരതാമസം. കുടിക്കാനുള്ള വെള്ളം രാവിലെ
ഐസിട്ട് തണുത്ത വെള്ളം കൊണ്ടാണ് രാവിലെ ഇറങ്ങുന്നത്. കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും വരെ ഇതിൽ കരുതിയിട്ടുണ്ടാവും. ചെല്ലുന്ന വീട്ടിൽ നിന്ന് അതൊന്നും കിട്ടില്ലല്ലോ. താങ്ക്സ്. ഞാൻ സ്വാൻ നദിയുടെ തീരത്തേക്ക് നടന്നു. നേരം സന്ധ്യയാവുന്നു. നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ ഇവിടെ. ജലപക്ഷികൾ നദിയിലിറങ്ങി നിൽക്കുന്നു. ഞാൻ ആ നദീതീരത്ത് കാഴ്ചകൾ കണ്ടുകൊണ്ട് കുറേ നേരം ഒറ്റയ്ക്ക് നിന്നു. പെർത്ത് നഗരത്തിന്റെയും സ്വാൻ വാലിയുടെയും ഐശ്വര്യത്തിന്റെ ഒരു പ്രധാന ഘടകം ഈ നദിയാണ്. നേരം ഇരുട്ടിത്തുടങ്ങി. ഷാജുവിനും ഐൻസ്റ്റൈനുമൊപ്പം ഞാൻ നഗരത്തിലേക്ക് മടങ്ങി. വണ്ടിയിൽ ജോസ് സിസിലിയാമ്മ കൂടിയുണ്ട്. നഗരം പിന്നിട്ട് ഞങ്ങൾക്ക് ജൂണ്ടലപ്പ് എന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ റെജി പുല്ലാട്ടിന്റെ വീട്ടിൽ രാത്രിയിൽ പെർത്തിലെ കോട്ടയം അസോസിയേഷന്റെ പ്രധാനികളെല്ലാം കുടുംബസമേതം ഒത്തുചേരുന്നുണ്ട്. നാളെ ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇന്ന് ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞാൻ അതിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധം. ഞാനും അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. നഗരത്തിൽ നിന്ന് 40 മിനിറ്റിന്റെ യാത്രയുണ്ട് ജൂണ്ടലപ്പിലേക്ക്. നഗരത്തിന്റെ വടക്കുഭാഗത്താണത്. ഇടതുവശത്ത് മനോഹരമായി ലൈറ്റപ്പ് ചെയ്ത ഒരു കെട്ടിടം കാണാം. അതിവിടുത്തെ മേയറുടെ ഓഫീസാണ്. വളരെ രസകരമായി തോന്നി എനിക്കത്. ഒരു മേയറുടെ ഓഫീസ് നൽകുന്ന വൈബ് കാണുക. 1963 പണി പൂർത്തിയായതാണ് 13 നിലകളുള്ള ആ കെട്ടിടം. 2010 ഏപ്രിലിലാണ് അതിൽ പ്രത്യേക ലൈറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത്. രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും പെർത്ത് നഗരത്തിന് നല്ലൊരു വൈബാണ്. ഓസ്ട്രേലിയയിലെ സിറ്റി ഓഫ് ലൈറ്റ്സ് എന്നൊരു വിശേഷണം കൂടിയുണ്ട് പെർത്തിന്. 1962 ഈ നഗരത്തിന് അങ്ങനെ ഒരു പേര് ലഭിച്ചത്. ഇക്കാണുന്നത് ഇവിടുത്തെ ഒരു കൺവെൻഷൻ സെന്ററാണ്. ഇതിനടിയിലൂടെ റെയിൽപാത കടന്നു പോകുന്നുണ്ട്. ഈ വഴി പോകുമ്പോൾ ബിൽഡിങ്ങിനടിയിലൂടെ ട്രെയിൻ പോകുന്ന മുഴക്കം കേൾക്കാം. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കൺവെൻഷൻ സെന്ററാണത്. വീണ്ടും ആകാശം മുട്ടുന്ന ഏതാനും കെട്ടിടങ്ങൾ. വുഡ്സൈഡ് ഗ്ലോബൽ എനർജി കോർപ്പറേഷന്റെ ആസ്ഥാനമാണത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയാണ് വുഡ്സൈഡ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ 500 പബ്ലിക് കമ്പനികളിൽ ഒന്നാണത്. വലതുവശത്ത് കാണുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. മെട്രോ പോലുള്ള ട്രാൻസ്പെർത്ത് എന്ന റെയിൽ സംവിധാനത്തിന്റെ സ്റ്റേഷൻ. നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ. അതിലൂടെ ഞങ്ങൾ ജൂണ്ടലപ്പിൽ റെജി പുല്ലാട്ടിന്റെ വീടിന് മുന്നിലേക്കെത്തി. കുറേയേറെ കാറുകൾ മുറ്റത്തും പരിസരത്തുമായുണ്ട്. വീട് ഭംഗിയായി ലൈറ്റപ്പ് ചെയ്തിട്ടിരിക്കുന്നു. റെജി ഇറങ്ങി വന്ന് സ്വീകരിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. പുറത്ത് ഷൂസുകളുടെ ബാഹുല്യം. പെർത്തിലുള്ള കോട്ടയം ജില്ലക്കാരിൽ കുറെ പേർ കുടുംബസമേതം വന്നിട്ടുണ്ട്. ഞങ്ങൾ അകത്തേക്ക് ചെന്നു. വലിയൊരു വീടാണ് റെജിയുടേത്. മറ്റൊരു സുഹൃത്ത് അലക്സ് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. കുറേയേറെ പേർ വന്നു കഴിഞ്ഞു. മുണ്ടുടുത്ത് മലയാളി ശൈലിയിലുള്ളവർ വരെ. അവർ പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും നേരം പോക്കുകൾ പറഞ്ഞും അങ്ങനെ നിൽക്കുന്നു. മണർകാട്, അയർക്കുന്നം, കോട്ടയം ടൗൺ, ഈരാറ്റുപേട്ട, പാല എന്നിങ്ങനെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകളുണ്ട്. വേറൊരു ഭാഗത്ത് നേരത്തെ കണ്ടവരുടെ ഭാര്യമാരും കുട്ടികളുമുണ്ട്. നഴ്സുമാരും മറ്റു ജോലികൾ ചെയ്യുന്നവരുമൊക്കെയാണ് സ്ത്രീകൾ. അവർ തങ്ങളുടെ ജോലിയുടെ പ്രത്യേകതകളും അതിലെ മാറ്റങ്ങളുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. സീരിയലിന്റെയും സിനിമയുടെയും കാര്യമാണോ ചർച്ചയെന്ന് ഞാൻ ചോദിച്ചു. അല്ല, പ്രൊഫഷണൽ കാര്യങ്ങളാണെന്നാണ് മറുപടി. ഇതാണ് കോട്ടയംകാരായ പുരുഷ കേസരികൾ. പല പല ജോലികൾ ചെയ്യുന്നവരാണ് ഇവരും. കുട്ടികളുമുണ്ട് ഇവിടെ. അതിൽ മലയാളം പഠിക്കുന്നവരുണ്ട്. കേരളത്തിന്റെ നാടൻ കലകൾ പഠിക്കുന്നവരുണ്ട്. വീട് മേടിക്കാൻ പറ്റുന്നവർക്ക് ഒരു സർട്ടൻ വിസ കണ്ടീഷൻസ് ഉണ്ട്. ഇത് എൽദോ പോൾ. ഇവിടെ സ്ഥലം വാങ്ങാനും വീട് വെക്കാനുമുള്ള നിയമങ്ങളെക്കുറിച്ചാണ് എൽദോ പറഞ്ഞു തരുന്നത്. അത് 482, അതായത് എംപ്ലോയർ സ്പോൺസേഡ് വിസ, വർക്ക് വിസ. ഇത് ഡെവിൻസ്. മകന്റെ കലാപ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഡെവിൻസ് വിവരിക്കുന്നു. ഇത് മറ്റൊരു കോട്ടയംകാരൻ. ഓസ്ട്രേലിയ ആദ്യത്തെ വേസ്റ്റ് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കത്തിച്ച്
പെർത്തിൽ വേസ്റ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. ഗാർഹിക മാലിന്യങ്ങൾ കത്തിച്ച് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ആ കമ്പനി. ഞാൻ അതിന്റെ വിശദ വിവരങ്ങൾ തരാൻ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു പദ്ധതിയാണത്. ഇത് ഷാജുവും ഭാര്യയുമാണ്. ഇന്ന് രാവിലെ മുതൽ എന്നെ പല സ്ഥലങ്ങളിലൂടെയും കൊണ്ടുനടന്നത് ഷാജുവും ഐൻസ്റ്റൈനും ചേർന്നാണ്. എല്ലാവരുമായി ഏറെ നേരം സംസാരിച്ചു. അതിനിടെ വിഭവസമൃദ്ധമായ ഡിന്നർ കഴിച്ചു. രാത്രി ഏറെ വൈകുവോളം ഞങ്ങൾ നാട്ടുവിശേഷങ്ങൾ പറഞ്ഞ് അവിടെയിരുന്നു. പിന്നെ എല്ലാവരും പിരിഞ്ഞു.